ഹലോ. നമ്മ ഇന്നെല്ലാരും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പാർക്കിലേക്കെല്ലാം പോവാൻ ഇറങ്ങിയതാണ് കേട്ടാ. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? കൺമഷി കൊണ്ട് ഐലൈനർ വരച്ച ഐലൈനർ കാണാണ്ടിരിക്കുന്ന സമയത്ത് കാണിച്ചോട്ട് കൺമഷി കൊണ്ട് ഐലൈനർ വരച്ച ലക്ഷ്മി കണ്ടു. പൗറ് 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 പൗറ്. ഈ ഒരു പ്രായം ഇങ്ങനെ മയങ്ങുന്നെല്ലാം പ്രായമാണെന്ന് തോന്നുന്നല്ലേ. കൺമഷിയും മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ റെഡിയായി നമ്മ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി. അജയേട്ടൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിനി. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. എവിടത്തേക്ക് പോകണ്ടെന്നുള്ളത് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാരണം അനുവിൻ്റെ അതിന് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ എവിടെയും പുറത്തേക്ക് പോലെ വളരെ കുറവാണ്. അജയേട്ടന് കുറച്ച് ബിസി ആയിട്ടുള്ള ടൈമാണ് ഡ്യൂട്ടീൻ്റെ. ഇടയ്ക്ക് നമ്മ ഇറങ്ങിയിട്ടുണ്ടായിനി, അല്ലാണ്ട് അനുവിനെ അതിനെയും കൂട്ടിയില്ല. അതുകൊണ്ട് അനുവാദി പറഞ്ഞുകൊണ്ടുണ്ട് എവിടെയെങ്കിലും പോകണം, പാർക്കിൽ പോകണം എന്ന്. അങ്ങനെ നമ്മൾ നേരെ ഷാർജ എയർപോർട്ടിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം, അവിടത്തേക്ക് വന്നതാണ്. ഇവര് പോകുന്നത് പാർക്കിന്റെ സൈഡിൽ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ അവിടെ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് കുറച്ച് കുറച്ച് ചെറുത് കേട്ടോ, വലുതൊന്നുമല്ല, വലിയ പാർക്കൊന്നും പറയാനാവില്ല, ചെറുത്. ഒരു എക്സസൈസ് എല്ലാം ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം വലിയ സംഭവങ്ങളുണ്ട്. അന്നൊരു ദിവസം പോകണം എന്ന് പറഞ്ഞ നേരം അവിടെ തിരക്കായതുകൊണ്ടോ എന്തോ കൊണ്ട് അടുത്തേക്ക് പോയിട്ടുണ്ടായില്ല. ഇന്ന് പോകുമ്പോ ഇവിടെ ഒരു ഈച്ച പോലും ഇല്ല. അന്നേരം ആരോ ഒരാളുണ്ടായി കേട്ടാ. പിന്നെ നമ്മള് പോന്ന വേണ്ടിട്ട് അനുവാദിയെല്ലാം പോന്ന വേണ്ടിട്ട് അന്നേരം അവര് മെല്ലെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ വേഗം ചാടിത്തുള്ളിൽ പോകുന്നുണ്ട് കേട്ടോ അനുവാദി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് വലിയവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അല്ല, ഇവര് ഇങ്ങനെ വെറുതെ പോയിട്ടിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം എന്തെന്നല്ല ചെയ്യുന്നത് ഞാൻ കണ്ടോക്ക് കേട്ടാ. പിന്നെ ഞാൻ അജയേട്ടനെ കൂടെ കൂട്ടിയിട്ടാ. കാരണം എന്ന് പറഞ്ഞാൽ അജയേട്ടൻ നടക്കാൻ ഒറ്റ ഒരു പോക്ക് പോകും, നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കറങ്ങാൻ പോകും. പിന്നെ ചേട്ടനെ കാണൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുവേ. യക്ഷിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി കാലപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ്, ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അനുവാദിയും കണ്ട രണ്ടുപേരും ഒരു സൈഡിൽ ഒരാളും മറ്റേ സൈഡിൽ മറ്റാളും കൂടിയിട്ട് കയറി നിന്നിട്ട് അത് ചെയ്യുന്നത് കേട്ടാ. അത് ശരിക്കും അത് ആദ്യം കയറുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടൂല. ഞാനെല്ലാം ആദ്യം ചാടി കയറിയിട്ട്, ഇപ്പൊ ഒന്നല്ല മുന്നേല്, ഇപ്പൊ പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. ചാടി കയറിയിട്ട് എനിക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല, കേറിന്നേ പോയി, അങ്ങനെയുള്ള സംഭവം ഉണ്ടായി. പക്ഷെ അനുവാദി പറഞ്ഞ പോലെ വന്ന് ശീലം വന്നു അനുവിനെ ആദിക്കും ഉണ്ടാ. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടാ. പക്ഷെ ഇതൊന്നും അല്ല, കുറച്ച് ഇത് കഴിഞ്ഞ് നാളെയാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലാവില്ല. ഇതെല്ലാം ചാടിക്കറി തുള്ളിയിട്ട് മെലും കഴിയുമ്പോ എന്താ പറയും നാളത്തേക്ക്. അതിന്റെ ഇടയിൽ അനു തഗ് അടിക്കുന്ന കേട്ടാ, അച്ഛനെ പൊന്തുന്നില്ലാന്ന് ഈ പറയുന്ന ഓള് അതിൽ കേറിയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. അതെങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് പറ. എങ്ങനെ ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം നമുക്ക് കൊട്ടാവൂല കേട്ടോ അതൊന്നും. ഞാനതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അനുവിനെ പൊന്നുന്നില്ല, ഇപ്പൊ പറഞ്ഞതേ ഇല്ലു. ഇരിക്കേ കാലേന എന്നോട് പറയുന്നേ, എടെങ്കി എന്നെ ഒന്ന് പുറത്ത് നിർത്തിച്ചാ മതി, ഞാൻ വാല് തുറന്നു കൊടുത്തു പോയി പുറത്ത് നിന്ന്. രണ്ടാളും നല്ല ജോറ് കളിയാന്ന് കേട്ടോ. ആടുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് എന്തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും അല്ല തന്നെ. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എന്റെ പുതിയ ഫോണാണ് കേട്ടോ. അന്നേരം രാത്രിയിലെ വീഡിയോ എങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ, കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള ചേട്ടനോട് പറയുന്നേ. അന്നേരം പിന്നെ അനുവാദി ഇടക്ക് ക്ഷീണം വരുമ്പോ ഇവിടെ വന്നിട്ടിരിക്കുന്നുണ്ട്, വീണ്ടും കളിക്കുന്നുണ്ട്, അങ്ങനല്ല കേട്ടാ. അനുവാദിയും അവിടുന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് ഇന്നൊരു നടു ചെറുതായിട്ടൊന്ന് ഉളുക്കിനി, ഉളുക്കിയതാന്ന് തോന്നുന്നു. ഒരു സൈഡ് വല്ലാത്ത വേദനയുണ്ട്. അത് ഞാൻ പിന്നെ കുറച്ച് നടക്കും, റെസ്റ്റ് എടുത്താൽ അത് പോകേണ്ടത്. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചൊന്ന് കുറച്ചൊന്ന് മസിലെല്ലാം ഒന്ന് വലിയുമ്പം ശരിയാവുമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുന്ന കേട്ടാ. ചൂട് വലിയ ചൂടില്ല, ഹ്യൂമിഡിറ്റി ഇല്ല, അതുകൊണ്ട് സുഖമുണ്ട്.
വേർക്കൂല. അല്ല ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ പിന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കേ വേർക്കും. അങ്ങനെ അനുമതി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു 2-3 റൗണ്ട് അടിക്കാതിരിക്കുന്നത്. നടക്കുമ്പോൾ ഒന്നും വലിയ വേദനയില്ല, ബെൻഡ് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്. നോക്കണം, കുറവില്ലെങ്കിൽ കാണിക്കേണ്ടി വരും. പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ. അതുകൊണ്ട് അനുവാദിയാണെന്ന് തകർത്ത് കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവില്ലേ, എക്സസൈസ് ചെയ്യുന്ന അങ്ങനെയുള്ള സംഭവങ്ങളാണേ ഉള്ളത്. അജേട്ടനോട് പോയി, അജേട്ടനെ കാണുന്നില്ലല്ലോ. എക്സസൈസ് ചെയ്യുന്ന മെഷീൻ അങ്ങനത്തെ സംഭവങ്ങളായില്ലേ, അതിലെല്ലാം കുറെ ആർമാദിക്കുന്നുണ്ടായിനി. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളെ മേലും കയ്യും വേദെടുക്കുന്നത് അറിയാം. അതാണ്. ഇല്ല ചേട്ടനാടി ഇരിക്കുന്നുണ്ട്. ഞാൻ വെച്ച് ഏതെങ്കിലും വഴിക്ക് ചേട്ടൻ ഏതെങ്കിലും വഴിക്ക് പോയോ വിചാരിച്ചു. അങ്ങനെ ഈ ഭാഗത്ത് അധികം തിരക്ക് കുറവായിരിക്കും കേട്ടോ. പാർക്കിലെല്ലാം നല്ല തിരക്കുണ്ട്. അതാണ് അനുവാദം ഇങ്ങോട്ട് വന്നിനി. ഒരു കുഞ്ഞിയുണ്ട്. ഞാൻ പിന്നെ ഒരു കുഞ്ഞി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അനുവിനെ അതിന് മാറി മാറി നോക്കുന്നുണ്ട്. രണ്ടാളും ഒരുപോലത്തെ കുപ്പായിലിട്ടോണ്ടാന്ന് തോന്നുന്നു. അനുവിനെ നോക്കുന്നത്, അതിന് നോക്കുന്നത്. ഞാൻ ഹായ് എല്ലാം പറയുന്നത്. സേ ഹായ് ഹായ് എല്ലാം പറയുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നില്ല, കാരണം പ്രൈവസി മാറ്റേഴ്സ്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ചേട്ടൻ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആക്ച്വലി നമ്മൾ കുറച്ച് ദിവസമായി പുറത്തേക്ക്, ഞാനോ ചേട്ടനും ഞാൻ ഇന്ന് ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിട്ടേ. മീൻസ് നമ്മൾ ബീച്ചിലെല്ലാം പോയി പുറത്തേക്ക് അറിയിട്ടുണ്ടായി. ഞാനും അതിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തത് കുറച്ച് ദിവസമായി. അന്നേരം അനുവാദി ഇന്നേ പറയുന്നുണ്ട്, എക്സാമും ആയതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് പഠിക്കലാന്ന് പണി ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളത്. ബോറടിക്കുമ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടുണ്ട്, അമ്മേ ഞാൻ പിന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുക. അന്നേരം ചേട്ടന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിനി. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പം തന്നെ വാ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് റെഡി ആയിട്ട് വെക്കാൻ. അങ്ങനെയാണ് അമ്മ ഇറങ്ങിയത്. ഇതാ പിടിച്ച് വലിച്ചു കൊണ്ടിരുന്നുണ്ട് ഞാൻ. ആ കുഞ്ഞി വന്നിട്ടുണ്ടല്ലേ. ഹായ് എല്ലാം പറയുന്നുണ്ട്. കുറച്ച് മലയാളിയാ അല്ല അനുവാദി, ഐ ആം ട്രാപ്ഡ്. അത് ഹായ് എല്ലാം പറയും. കാരണം രണ്ടാളും മാറി മാറി നോക്കുന്നുണ്ട്. ഇവളെയും നോക്കുന്നുണ്ട്, അവളെയും നോക്കുന്നുണ്ട് രണ്ടാള്. കാരണം ഒരുപോലത്തെ കുപ്പാല കടിച്ചാന്ന് തോന്നുന്നു. നടക്ക്, കൈ വീശി നടക്ക്, വേർത്തിട്ട്. ആ കാണുന്ന കുഞ്ഞീനാ അനു ഇങ്ങനെ ആട്ടിക്കൊണ്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഞാൻ അനുവിന്റെ അടുത്ത് പോകുമ്പോ അനു പറഞ്ഞു എനിക്ക് കൈ വേദന എടുക്കുന്ന എനിക്ക് മതിയായി, പിന്നെ അമ്മ ഒന്ന് ആ കുഞ്ഞോടോ. ഞാൻ പറഞ്ഞു നീ പറഞ്ഞോ, നീ പറഞ്ഞിട്ട് നിന്റെ കാര്യം നീ നോക്ക്. കാരണം ഇപ്പോഴേ അനു അന്നേരം പറയും അയ്യോ പാവല്ലേ അങ്ങനെ പറയും. കാരണം അവക്കിങ്ങനെ പെട്ടെന്ന് നോ പറയാൻ വേണ്ടി എന്തൊരു സങ്കടമാണ്. ഞാൻ അന്നേരം അവളോട് പറയുന്നുണ്ട്, ഇപ്പോഴേ നീ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഭാവി നല്ലോണം ദുഃഖിക്കേണ്ടി വരും, അതുകൊണ്ട് നീ ആ സ്വഭാവം മാറ്റണം എന്ന്. പിന്നെ തൊട്ടപ്പുറത്തിലെ പാർക്ക് കണക്കത്തെ സൈഡിലോട്ട് പോയിട്ടാ. അവിടെ ഊഞ്ഞാലാടുമ്പോ ആ നേരത്തെ കണ്ട കുഞ്ഞിയും അതിന്റെ സിബ്ലിങ്സ് ആണെന്ന് തോന്നുന്നു, വേറെ 2 കുട്ടികളിലും ഉണ്ടായിന്. അന്നേരം ആ ഊഞ്ഞാലിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. അനുവാദി അതങ്ങ് അത് വിട്ടുകൊടുക്കുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് അധികം സമയമായിട്ടാ. പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. നമ്മ പറഞ്ഞു അൽബേക്ക് ഫ്രൈയോ, ഈ 2 എണ്ണാണ് ഇപ്പൊ ഓപ്ഷനിൽ ഉള്ളത്. അന്നേരം നമ്മ 3 ആള് പ്രയോറിറ്റി നോക്കുമ്പോ 3 ആള് അൽബേക്ക് കൈ പൊന്തിച്ചു. ആദ്യം മാത്രം ഫ്രൈയോ, അതുകൊണ്ട് ആദ്യമാണ് ഫ്രൈയോ പറഞ്ഞത്. അൽബേക്ക് ഫിക്സ് ആക്കി. എന്നിട്ട് പിന്നെ പെട്രോൾ പമ്പിലെ അട നിർത്തി അൽബേക്ക് മേടിക്കാൻ വേണ്ടിട്ട് 3 ആളും കൂടി പോയിട്ടാ. അന്നേരം ആദ്യനും ആദിക്ക് സങ്കടമുണ്ട് ഫ്രൈയോ മേടിക്കാത്തതുകൊണ്ട്. പിന്നെ ഒരു നമ്മള് കൈപൊക്കിയത് കൊണ്ട് 3 ആള് പ്രയോറിറ്റി അനുസരിച്ചിട്ടായതുകൊണ്ട് ആദ്യം പിന്നെ നെക്സ്റ്റ് ടൈം വാങ്ങിക്കാം ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അന്നേരം അജയേട്ടൻ അതിന്റെ ഇടയിൽ പുറത്തേക്ക് വന്നു. അനുവാദി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നിട്ട് അവരുടെ ഊഴം കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് രണ്ടാളും. അനുവാദിയും വരണത്ര ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എനിക്കിതെല്ലാം കുറച്ച് മടി പിടിച്ച കാര്യമാണ്. എനിക്ക് പോയി അവിടെ വെയിറ്റ്, ഒന്നാമത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അന്നേരം പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്, അന്നേരം ലീവ് അല്ലേ, ആൾക്കാർ തിരക്കും ബഹളമെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. അനുവാദി അവിടെ ഉണ്ട് കേട്ടോ. അനുവാദി കാര്യമായിട്ട് എന്തോ ഡിസ്കഷനാണ്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഉണ്ടല്ലോ ഇവക്ക് അൽബേക്ക് വേണ്ട ഫ്രൈയോ മതി എന്നുള്ള പറഞ്ഞിട്ട് കുഴപ്പമാക്കിയോളാം. അനുവിനെ കാണുന്നില്ല. അനു അപ്പുറം സൈഡിലായതുകൊണ്ട് അനുവിനെ കാണുന്നില്ല. ആദ്യം ഞാൻ നോക്കുന്നുണ്ട്, എന്നെ കാണുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്ന്
പുറത്തേക്ക് അങ്ങനെ വിസിബിലിറ്റി ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ക്യാമറ എടുക്കുമ്പോൾ അത് കാണലുണ്ട്. അത് കണ്ടത് മാത്രമല്ല പോസ് ചെയ്യുമായിരുന്നു, അനുവിനെ വിളിച്ച് കാണിക്കുകയും ചെയ്യും. അമ്മ ഏതാ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കാണുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ട്. കണ്ട് കണ്ട് yes, കണ്ട് 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 yes. ഹാപ്പി ഹാപ്പി. എനിക്ക് ഇതിൽ നല്ലൊരു ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് അവർ വിചാരിക്കാണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അയ്യടാ ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് നോക്ക് കള്ളീനെ കണ്ട. ഇനിയിപ്പോ പോസിങ് ആയിരിക്കും കേട്ടോ. ഇനി പോസ് ചെയ്തോണ്ടിരിക്കേ, ഒന്നും അറിയാത്ത പോലെ പിന്നെ കാൻഡിഡ് വീഡിയോയിൽ എടുക്കുന്നത് പോലെ ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോ അതന്നെയായിരിക്കും. കണ്ടോ കണ്ടോ മുഖം എക്സ്പ്രഷൻ ക്യൂട്ട്നെസ് വാരി എറിയുന്നുണ്ട്. അയ്യോ കോമഡി. അനുവാദിയൊന്ന് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ഓക്കെ ഇടയ്ക്ക് ഇനിയിപ്പോൾ കണ്ണത് ഇങ്ങോട്ട് വരും. ഓക്കെ അത് രസമുണ്ടല്ലേ. അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെല്ലാം പോകുന്നുണ്ടാവുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ കട്ടാക്കുന്നത് കേട്ടോ.